ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടു വേ ടോക്കീസിൽ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ അടൂർ പോയിട്ടുണ്ടായിരുന്നു. വേറെ ആരുമായിട്ടല്ല, ഞാൻ എൻ്റെ ഉമ്മായുമായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പോയതിന് ശേഷം ഞങ്ങളുടെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തബാദ് ഫുഡ് കോർട്ടിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ബൈപ്പാസിനടുത്തുള്ള തബാദിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നത്. ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം തബാദ്. സോ നമ്മളവിടെ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന് മുമ്പും ഇവിടെ വന്നിട്ടുണ്ട്. അമ്മ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. സോ ഞങ്ങൾ AC ഹാളിലാണ് ഇരുന്നത് ഫുഡ് കഴിക്കാൻ. ഇതിൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കയറി വരുന്ന ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. അതിലൊരു റിസപ്ഷൻ ഉണ്ട്, പിന്നെ വിസിറ്റിംഗ് ഏരിയ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ അതിനുശേഷം ഡൈനിങ് വരുന്നുണ്ട്. ഡൈനിങ് നമുക്ക് അത് നോൺ AC വരുന്നുണ്ട്, AC വരുന്നുണ്ട്, 2 സെക്ഷനായിട്ട്. പിന്നെ ലൈവായിട്ട് ഫുഡ് എടുക്കുന്നതൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് സ്റ്റാഫ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു. ഞാൻ അവിടെ പോയതിന് ശേഷം ഞാൻ ചിക്കനും ബീഫും മട്ടനും ഒക്കെ നമ്മൾ കഴിക്കുന്നതാണ്. ബിരിയാണി നമ്മൾ നോർമലി കഴിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ പ്രോൺസ് ബിരിയാണി അധികം ഒരു ഷോപ്പിൽ നിന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ തബാദിലെ മെനു പറഞ്ഞ ടൈമിൽ ഈ ഒരു പ്രോൺസ് ബിരിയാണി ഉള്ളതുകൊണ്ട് തന്നെ വിചാരിച്ചു ഓക്കെ എന്നാൽ പ്രോൺസ് ബിരിയാണി കഴിക്കാമെന്ന് കരുതി ഞാൻ പ്രോൺസ് ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പം ഉമ്മി ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പ്രോൺസും ഉമ്മി ചിക്കനുമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പ്രോൺസൊക്കെ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഗ്രേവി, അതേപോലെ ജ്യൂസി ആയിട്ടുള്ള ഫുഡായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രോൺസ് പീസസും അവർ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പം ഞാൻ ഇതിന് മുമ്പ് കൊല്ലത്തെന്തോ പോയ ടൈമിലാണ് ഒരു പ്രോൺസ് ബിരിയാണി കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതല്ലാണ്ട് ഞാൻ അങ്ങനെ കഴിക്കലില്ല. സോ അന്ന് എനിക്ക് ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു. പക്ഷേ ഇത് ഞാൻ ഒരാൾക്ക് എനിക്ക് കഴിക്കാൻ തയ്യാത്തതുകൊണ്ട് എൻ്റെ ഉമ്മ അതിൽ നിന്ന് ഷെയർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ ചിക്കൻ ബിരിയാണി കഴിക്കുന്നതാണ്. പിന്നീട് നിങ്ങൾ ഈ കാണുന്നത് ചിക്കൻ ബിരിയാണി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ലെമൺ പിക്കിൾ ഉണ്ടല്ലോ, നമുക്ക് ബിരിയാണിക്ക് നോർമലി കിട്ടുന്ന അത്യാവശ്യം ലെമൺ പിക്കിൾ എന്ന് പറയാൻ പറ്റില്ല, ലെമണും ഡേറ്റ്സും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു പിക്കിളാണ്. അപ്പോൾ ഞാനത് ആദ്യമായിട്ടാണ് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ എല്ലായിടത്തും ഒന്നെങ്കിൽ ലെമൺ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈഡ് ഡിഷ് ആയിരിക്കും അവർ കൂടെ തരുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് അവരുടെ കസ്റ്റമർ സർവീസാണ്. നമുക്ക് എപ്പോഴും നമ്മളോട് വന്ന് ചോദിക്കുക എന്തെങ്കിലും വേണോ, ഇപ്പം വെള്ളത്തിന് വെള്ളം ആയിക്കോട്ടെ, ജ്യൂസിന് ജ്യൂസ് ആയിക്കോട്ടെ. അപ്പോൾ കൂടെ ഒന്നിൽ കൂടുതൽ തവണ നമ്മളോട് അവർ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണോ എന്ന്. പിന്നെ ഈ പറയുന്നത് പോലെ നമ്മളെല്ലാം കഴിച്ചതിന് ശേഷം എൻ്റെ ഉമ്മായി ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും ഷെയർ ചെയ്തിട്ട് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ആ പ്രോൺസിൻ്റെ പീസ് എടുത്ത് കാണിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ നല്ല പീസ് ഉണ്ടായിരുന്നു, ഒത്തിരി പീസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് കൊടുത്ത പൈസയ്ക്ക് നമുക്ക് അഫോർഡ് ചെയ്ത് കഴിക്കാൻ പറ്റും. ഇപ്പം 2 പേര് പോവുകയാണെങ്കിലും ഒരു ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ ഒരു ബീഫ് ബിരിയാണി അല്ലെങ്കിൽ ഒരു പ്രോൺസ് ബിരിയാണി മേടിക്കുവാണെങ്കിൽ ഒരു ബിരിയാണി ഇപ്പം അധികം കഴിക്കാത്തൊരു വ്യക്തിക്കാണെങ്കിൽ ഒരു ബിരിയാണി ഉണ്ടെങ്കിൽ 2 പേർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. എനിക്കങ്ങനെയാണ് തോന്നിയത് പേഴ്സണലി. അപ്പോൾ ഞാൻ ഇതിനു മുമ്പും ഒരുപാട് അടുത്തുനിന്ന് ബിരിയാണിയും കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ഒരു ഇഷ്ടം തോന്നി. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് തബാദിൽ തന്നെ പോകാമെന്ന്. അങ്ങനെ നമ്മൾ കഴിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഞാനും അമ്മയും വേറെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, വേറെ ജ്യൂസ് ഞങ്ങൾ ഓർഡർ ചെയ്യുന്ന കാര്യവും അതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്നത് പോലെ നമുക്ക് എന്നും ഈ ലോങ് വീഡിയോസിൻ്റെ കാര്യങ്ങൾ, അപ്പം എനിക്ക് അങ്ങനെ ലോങ് വീഡിയോസ് എടുക്കാൻ ഒന്നാമത്തെ കാര്യം പ്രത്യേകിച്ച് കണ്ടൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഈ ലോങ് വീഡിയോ എടുക്കാൻ വേണ്ടി. അത് ഞാൻ അങ്ങനെ ലോങ് വീഡിയോ എടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്നെക്കൊണ്ട് പറ്റുന്ന ഷോർട്ട് ക്ലിപ്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. എനിവേസ്, പിന്നെ ഞാനൊരു ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വാട്ടർമെലണും ഉമ്മ ഓറഞ്ച് ജ്യൂസുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അതും കുടിച്ച് അനിയനുള്ള ഫുഡും പാഴ്സൽ മേടിച്ചിട്ടാണ് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വാട്ടർമെലൺ ജ്യൂസും അത്യാവശ്യം നല്ല ജ്യൂസായിരുന്നു. ഞാൻ ഇതിന് മുമ്പ് ഇവിടുന്ന് പൈനാപ്പിള് അതേപോലെ മുസമ്പി അതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അത്യാവശ്യം നല്ല ജ്യൂസ് തന്നെയാണ്. അപ്പം എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഒരു ജ്യൂസ് കുടിക്കണം, അത് മസ്റ്റാണ്. എന്തോ എനിക്കറിയില്ല, വീട്ടിൽ ഞാൻ അങ്ങനെയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് അപ്പം തന്നെ ജ്യൂസ് അടിച്ചു. ഇപ്പം കൂടുതലും വെജിറ്റബിൾസ് അല്ലെങ്കിൽ ക്യാരറ്റ്, അതേപോലെ തന്നെ എന്താ പറയുക, എൻ്റെ കയ്യിൽ എന്താണോ ആ ടൈമിൽ കിട്ടുന്ന അപ്പം ഞാൻ അതങ്ങ് ജ്യൂസ് ആക്കും. എനിക്കതങ്ങനെ ബീട്രൂട്ട് അങ്ങനെയാണ്. വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും എന്തെങ്കിലും കൈ കിട്ടി ജ്യൂസ് അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ എന്തൊക്കെയോ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ. പിന്നെ നമ്മൾ പാഴ്സലും കാര്യങ്ങളെല്ലാം മേടിച്ചിട്ട് പിന്നെ ഉമ്മ കഴിച്ചെണ്ണിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളത് അവിടെ നിന്നുകൊണ്ട് പറയുമായിരുന്നു. പിന്നെ ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.